ഇത് തന്നെ മാറ്റി പാരഡൈസ് കണ്ടോ? അപ്പുറത്തെ മലയാണ്. ഇവിടെ തന്നെ കുറെ ഷോട്ട് എടുക്കായിരുന്നു നമുക്കല്ലേ, വെറുതെ പൈസ ഒക്കെ മുടക്കി. ഹലോ, അപ്പം നമ്മുടെ സ്വിറ്റ്സർലൻഡിൻ്റെ ബാക്കി വിശേഷങ്ങൾ കണ്ടാലോ? ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു ക്യാമ്പ് സൈറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെളിയിറങ്ങാതെ രണ്ടുപേര് ഇവിടെ ഇരിപ്പുണ്ട്. സ്വിറ്റ്സർലാൻഡ് കാണാൻ വന്നത് മഞ്ഞാന്ന് അറിഞ്ഞില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ ഇന്നലെ രാത്രി വന്ന ക്യാമ്പ് സൈറ്റാണ്. രാവിലെ ഹെവി സ്നോയാണ്, രാവിലെ ഹെവി. നമ്മുടെ വണ്ടിയാണ്. വണ്ടി ഇന്നലെ വന്നപ്പോൾ ഇവിടെ വഴിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം മൊത്തം വീണിട്ട് വഴിയില്ല, ഒരു തേങ്ങയില്ല. അതിൻ്റെ ബാക്കിലെ വ്യൂ ആണ്, ബാക്കിൽ മലയാണ്. ഇവിടൊക്കെ ആൾക്കാർ എങ്ങനെ താമസിക്കും, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാത്ത. ഒട്ട് നിക്കാൻ വയ്യ, ഫുള്ള് സ്നോഫോൾ. ഇങ്ങനെ പിടി, ഇങ്ങനെ അങ്ങനെ. ഇന്നലെ നൈറ്റ് വന്നപ്പോഴേ ഇവിടെ നല്ല സ്നോഫോൾ ആയിരുന്നു. നമ്മൾ വന്ന വഴിയൊക്കെ സ്നോഫോൾ ആയിരുന്നു. ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക്. നല്ല ഹെവി ആയിട്ട് പെയ്യുന്നുണ്ട് ഇവിടെ. ഫുള്ള് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല തിക്ക് ലെയേഴ്സായിട്ട് സ്നോ കിടക്കുക. അപ്പം നമുക്കിപ്പോൾ പോകണം. നമ്മുടെ ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സൈഡും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഈ റൗണ്ട് ഫുള്ളായിട്ട് മൗണ്ടൈൻസാണ്. ഈ സ്നോഫോൾ കവേർഡ് ആയതുകൊണ്ട് നമുക്ക് മൗണ്ടൈൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല, വിസിബിലിറ്റി ഇല്ല. അത്രയ്ക്ക് സ്നോഫോളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ശരിക്കും ക്യാമ്പ് സൈറ്റിൻ്റെ ആ ഒരു ഫുള്ള് ലൊക്കേഷൻ എങ്ങനെയാണെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ സ്നോ കൊണ്ട് ഫുള്ള് കവേർഡ് ആയേക്കും. അതും ആ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ, അവിടെയൊക്കെ അത് ഫുള്ള് മൗണ്ടൈൻസാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. നമ്മുടെ വണ്ടി ഫുള്ള് സ്നോ കവേർഡായിരുന്നു. ഇപ്പം നമ്മൾ വണ്ടിയുടെ ഗ്ലാസ്സിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ നമ്മൾ സ്നോ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്നോ റിമൂവ് ചെയ്യുന്നത് അത്ര ഈസി ടാസ്ക് ഒന്നുമല്ല, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്രീസായിട്ടാണ് ഇവിടെ നിന്ന് ഈ സ്നോ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ കാണുന്നതൊക്കെ കേബിൾ കാർ ലൈൻസാണ്. ഇതിൻ്റെ ടോപ്പിൽ കൂടെ കേബിൾ കാറൊക്കെ പോകുന്നുണ്ട്. ഇത്രയും മൗണ്ടൻസിൻ്റെ പോർഷനെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ശരിക്കും ഇതിന് ചുറ്റും, ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ചുറ്റിനും മൗണ്ടൻസ്, ഈ ഭാഗത്തൊക്കെ മൗണ്ടൻ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഫുള്ള് സ്നോ കവേർഡ് ആയിക്കുക. ഇവിടെ വേറെയും ക്യാരവാൻസൊക്കെ കിടപ്പുണ്ട്, പക്ഷെ നമുക്ക് എല്ലാത്തിനും ഒന്നും കാണാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സ്നോ ആയിട്ട് നമ്മുടെ വിസിബിലിറ്റി ഒക്കെ ഭയങ്കര കുറവാണ്. ശരിക്കും വേറൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സ്നോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് വാഷ്റൂമിൻ്റെ അടുത്താണെങ്കിൽ പോലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വാഷ്റൂമിലോട്ട് പോകുന്ന ആ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് പോലും നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഈ സ്നോഫോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം രാത്രി ഫുള്ള് സ്നോഫോളായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ രാവിലെയും കണ്ടിന്യൂസ് പെയ്തുകൊണ്ടിരിക്കുക. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും ഞങ്ങളിതെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി ഭയങ്കരമായിട്ട് സ്നോയിൽ പൊതഞ്ഞു പോയി, അതുകൊണ്ട് വണ്ടി അനങ്ങുന്നില്ല. വണ്ടി ഭയങ്കരമായിട്ട് ടയർ പൊതഞ്ഞു പോയി സ്നോയിൽ, അതുകൊണ്ട് അനങ്ങുന്നില്ല വണ്ടി. കുറച്ച് ഫ്രണ്ട് പോകണം. ശരിക്കും കിട്ടല്ലേ? പെട്ടു. കണക്കിന് ഫുള്ള് സ്നോ ആയിട്ട് നമുക്ക് വണ്ടി മൂവ് ചെയ്യിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് മേളിൽ നിന്നൊക്കെ കട്ട വീഴുന്നു. വിളിക്കുന്ന
ദോ വരുന്നു. ആ മറ്റേ സാധനം എടുത്ത് ഇതൊന്ന് മാറ്റി ആൻറ്റി ഫ്രണ്ട് വേണ്ട ഇത് നോക്കണേ ഈ സ്ക്രീനിൽ ഇതും അത് ബാക്കിൽ ഇത് കൊടുത്ത് ഇത് അങ്ങ് നീക്കിക്കളെ. എടാ ഇപ്പം കുറച്ച് ഇങ്ങോട്ടായില്ലേ? ഓക്കെ ആണോ? അവിടെ നോക്ക് ഫുള്ള് പൊതഞ്ഞ് ചളി ആണോ? ഉറപ്പാണോ? ചളിയടി ഇടിച്ചല്ലോ. വണ്ടി റിവേഴ്സ് എടുത്തപ്പോൾ ഈ സ്നോഫോൾ കാരണം വണ്ടി സ്കിഡായിട്ട് ഈ ക്യാമ്പ് സൈറ്റിലുള്ള ഒരു വാട്ടർ പമ്പിൽ വണ്ടിയുടെ ബാക്ക് സൈഡ് പോയി ചെറുതായിട്ടൊന്ന് തട്ടി. അങ്ങനെ വണ്ടിയുടെ ഒരു സൈഡിലെ ബാക്ക് സൈഡ് ലൈറ്റ്സിൻ്റെ ഷീൽഡ് കംപ്ലീറ്റ്ലി പൊട്ടിപ്പോയി. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫേസ് ചെയ്ത സമയത്ത് നമ്മളവിടെ ക്യാമ്പ് സൈറ്റിൽ വേറെ ആൾക്കാരുടെയൊക്കെ ഹെൽപ്പ് നോക്കി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ലാംഗ്വേജ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയുകയില്ല, നമുക്ക് അവരുടെ ലാംഗ്വേജും അറിയില്ല. അതൊക്കെ നമ്മൾ ഭയങ്കര ചലഞ്ചിങ് സിറ്റുവേഷൻ ആയിരുന്നു. ലാസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യാവുന്ന പുള്ളി വഴിയൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് പുള്ളി തന്നെ കയറി റിവേഴ്സൊക്കെ എടുത്തു തന്നു. കാരണം നമുക്ക് ഈ പൊതുവേ ഇങ്ങനെയുള്ള സ്നോയി ഐസ് റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. സോ ഇവർ ഇതിലൊക്കെ നല്ല എക്സ്പേർട്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. താങ്ക് യു. ശരിക്കും ഈ കടന്നുപോയ കുറച്ച് മണിക്കൂർ എങ്ങനെ പോയിന്ന് ഓർക്കുമ്പോൾ തന്നെ പേടിയാവാണ് ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടിങ് ആയിട്ടുള്ള ചലഞ്ചിങ് സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. അതുമല്ല നമ്മുടെ ലൈറ്റ്സിൻ്റെ ഷീൽഡ് പൊട്ടിപ്പോയതുകൊണ്ട് ഇപ്പം നമ്മൾ കേബിൾ ടൈ ഒക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം സ്വിറ്റ്സർലാൻഡിലെ ഒരു ഫേമസ് ആയിട്ടുള്ള സെർമാറ്റ് എന്ന് പറയുന്ന ഒരു കാർ ഫ്രീ സോൺ വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെർമാറ്റിലേക്ക് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ റോഡ് എങ്ങനെയാണോ സ്നോ റിമൂവ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് റെയിൽവേ പാളങ്ങളും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയും എത്ര ഹെവി സ്നോഫോൾ ആണെങ്കിൽ പോലും ഇവിടുത്തെ ട്രെയിൻ സർവീസസ് ഒന്നും ഇവർ ക്ലോസ് ചെയ്യാറില്ല. അതൊക്കെ എപ്പോഴും സർവീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മൾ സെർമാറ്റിലൊരു ആക്ടിവിറ്റിയൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു വന്നത്. പക്ഷേ ഇങ്ങനെ ഹെവി സ്നോഫോൾ കാരണം സെർമാറ്റിലുള്ള ആക്ടിവിറ്റീസൊക്കെ അവർ ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് സെർമാറ്റ് എന്ന് പറയുന്ന ആ ഒരു വില്ലേജ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അത്രയും നമുക്കിന്ന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ടാഷ് എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ട് വേണം നമുക്ക് സെർമാറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഈ ടാഷിൽ നിന്ന് സെർമാറ്റിലേക്ക് ഷട്ടിൽ സർവീസസ് ആണ് ഇവർ നടത്തുന്നത്. നമുക്ക് അവിടേക്ക് കാറോ അല്ലെങ്കിൽ മറ്റു വണ്ടിയോ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊരു കാർ ഫ്രീ സോൺ ആയതുകൊണ്ട് നമുക്ക് ട്രെയിനിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ ശരിക്കും ഇന്നത്തെ ഡേ ഭയങ്കര അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു. നമ്മൾ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സെർമാറ്റിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു മാറ്റർഹോം ഗ്ലേസിയർ പാരഡൈസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത്. ഇവിടെ യൂറോപ്പിലെ ഒരു ഹയസ്റ്റ് പ്ലേസ് ആണത്.
പക്ഷേ നമുക്കിന്ന് അവിടെ പോകാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര ഹെവി സ്നോഫോൾ ആയിരുന്നു. അതുകൊണ്ട് അവിടേക്കുള്ള കേബിൾ കാർ സർവീസസും എല്ലാം അവർ ക്ലോസ് ചെയ്തു. ആകെ പോകുന്നത് ട്രെയിൻ മാത്രമാണ്. പക്ഷേ ട്രെയിനിൽ നമുക്ക് ആ ടോപ്പിലെത്താൻ പറ്റില്ല. ജസ്റ്റ് സെർമാറ്റ് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു സറൗണ്ടിങ്സ് കണ്ടിട്ട് നമുക്ക് വരാൻ പറ്റും. അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മൗണ്ടൈൻ ഉണ്ട്, മാറ്റർഹോം. അത് കുറച്ച് പേർക്ക്, കുറച്ചല്ല ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയായിരിക്കും. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ അവിടെ പോയിട്ട് പറയാം. ഇപ്പം നമ്മൾ ഇവിടെ നമ്മുടെ ആ ഒരു ഗ്ലേസിയർ പാരഡൈസിലേക്കുള്ള ആ ഒരു ഇന്നത്തെ വിസിറ്റ് നമുക്ക് ഡ്രോപ്പായി. സോ നമ്മൾ കരുതി എന്തായാലും വന്ന സ്ഥിതിക്ക് സെർമാറ്റ് കാണണം എന്ന്. അതുകൊണ്ട് ഞങ്ങളിവിടെ ടാഷ് എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് നമ്മൾ ട്രെയിൻ എടുത്തിട്ട് സെർമാറ്റ് കാണാൻ വേണ്ടി പോവാണ്. ശരിക്കും അവിടേക്ക് നമുക്ക് മോട്ടോർ ഹോം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അതൊരു സെർമാറ്റ് എന്ന് പറയുന്നത് കാർ ഫ്രീ സോണാണ്. നമുക്കവിടെ കാറൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. സോ ഇങ്ങനെയുള്ള കേബിൾ കാർസ് ആൻഡ് ട്രെയിൻസ് അതൊക്കെ മാത്രമേ നമുക്ക് അവിടേക്ക് പോകാനുള്ളൊരു പോസിബിൾ ഉള്ളൂ. ട്രാവൽ എന്ന് പറയുന്നത് അതൊക്കെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളെടുത്ത 4 ടിക്കറ്റ്. സെർമാറ്റിലേക്കുള്ള 4 ടിക്കറ്റാണ്. ആക്ച്വലി ഇതൊരു സ്വിറ്റ്സർലാൻഡിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ജേർണിയാണ് ട്രെയിൻ ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങളിപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് സെർമാറ്റിലോട്ട് പോവാണ്. ബാക്കി വിശേഷങ്ങൾ പതിയെ കാണാം. ഭയങ്കര ഒരു ലോങ് ക്യൂ ആണുള്ളത്. ഷട്ടിൽ സർവീസ് ഇങ്ങനെ കൂടെ ഉണ്ട്. അപ്പം ഇതിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ ക്യൂ ഫുള്ള് കാണുന്നത്. നല്ല തിരക്കാണ്. അത്യാവശ്യം ഇവിടെ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് സെർമാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കാറൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഇത് കാർ ഫ്രീ സോൺ ആയതുകൊണ്ട് ഒരു സെർമാറ്റ് വില്ലേജിലേക്ക് നമുക്ക് കാറൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മോട്ടോർ ഹോമും കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷട്ടിൽ സർവീസ് എടുത്ത് പോകുന്നത്. സ്വിറ്റ്സർലൻഡിൻ്റെ ഈ ഒരു മൗണ്ടൻ റേഞ്ചസിലൂടെയുള്ള ഒരു ട്രെയിൻ ജേർണി എന്ന് പറയുന്നത് ഭയങ്കര വണ്ടർഫുള്ളായിട്ടുള്ള വേറൊരു ഐക്കോണിക് ജേർണിയാണ്. അതും കൂടിയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നമ്മളിങ്ങനെ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുക. ഇത് ടാഷ് സെർമ ഷട്ടിൽ സർവീസാണ്. നമ്മൾ ഇതിൽ ഓരോരുത്തരും കയറാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുക. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എല്ലാവരും സെർമാറ്റിൽ പോയിട്ട് ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുള്ള് സാധനങ്ങളൊക്കെ ആയിട്ട് പോവാം. നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. ഇതിലാന്ന് തോന്നുന്നു നമ്മൾ പോകേണ്ടത്. കാരണം 2 സൈഡും ട്രെയിൻ കിടപ്പുണ്ട്. ഇത് തന്നെ സെർമാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇനി വീണ്ടും ഷട്ടിൽ സർവീസാണ്. അതായത് ഇവിടുന്ന് ടാഷിൽ നിന്ന് സെർമാറ്റിൽ പോവും. അതേപോലെ സെർമാറ്റിൽ നിന്ന് തിരിച്ച് വീണ്ടും ടാഷിലേക്ക് വരും. ഇങ്ങനെ ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുക ട്രെയിൻ. ചെറിയൊരു ട്രെയിനാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുന്ന ആ ഒരു എണ്ണം ആൾക്കാരേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കയറാൻ നിൽക്കുന്നത്. പക്ഷെ നല്ല തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അറിയില്ല, നോക്കാം. നല്ല തിരക്കായിരുന്നു. നമ്മളങ്ങനെ ഒരുവിധം സീറ്റ് ഒപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വിൻഡോ സൈഡ് തന്നെ ഒപ്പിച്ച് തന്നതിന് താങ്ക് യു. നമ്മുടെ ട്രെയിൻ അങ്ങനെ സ്റ്റാർട്ടായി. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. വാവ്, അടിപൊളി. ഇങ്ങനെ ട്രെയിനിൽ കൂടി ഇങ്ങനെ വ്യൂ കണ്ടുകൊണ്ട് പോകാൻ നല്ല രസമാണ്. നമ്മുടെ ഈ സെർമാറ്റിലെ മാറ്റർഹോം പാരഡൈസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ടോബ്ലറോൺ ചോക്ലേറ്റിലെ ആ ഒരു മൗണ്ടെയിൻ എന്ന് പറയുന്നത് ഈ മാറ്റർഹോം മൗണ്ടെയിനാണ്. ചോക്ലേറ്റിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പം മറ്റ് കൺട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് മൂലം സ്വിസ് ഗവൺമെൻറ് എന്തായാലും ഇപ്പോൾ അത് ഒരു സ്വിസ് പ്രോഡക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു സ്വിസ് മെയ്ഡായിട്ട് അംഗീകരിക്കുന്നില്ല. സ്വിസ്സിൻ്റെ ലീഗൽ സൈഡൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തൊക്കെ തന്നെയാണെങ്കിലും മാറ്റർഹോം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ടോബ്ലറോൺ തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഈ മൗണ്ടൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഹെവി സ്നോഫോൾ കാരണം ഇന്നത്തെ ആക്ടിവിറ്റി അവർ ക്യാൻസൽ ചെയ്തു. ഹെവനായിട്ടില്ല, ഹെവനിലോട്ട് പോകുന്നതേ ഉള്ളൂ. ഇത് ശരിക്കും ഹെവനിലൂടെ ഉള്ള ഒരു റോഡാണ്. ഹെവനിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു. ലൈഫിൽ ഒരിക്കലെങ്കിലും സ്വിറ്റ്സർലൻഡ് വിസിറ്റ് ചെയ്യണമെന്നും ഇങ്ങനെ ഒരു ട്രെയിൻ ജേർണി ചെയ്യണമെന്നും ഒക്കെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അതിപ്പോഴാണ് നമുക്ക് സഫലമാക്കാൻ സാധിച്ചത്. നമ്മുടെ ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് അഡ്വഞ്ചറായിട്ടാണെങ്കിലും ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യൂ ഒക്കെ ശരിക്കും രാവിലെ നടന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ മറന്നുപോയി. അത്രയ്ക്ക് ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് പോകുന്നത്. നമ്മുടെ ബിസി ലൈഫിൽ നിന്നും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രിപ്പൊക്കെ ചെയ്യുമ്പം ഇത് നമുക്ക് ശരിക്കും ഒരു ഓൾ ടൈം മെമ്മറിയാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്വിറ്റ്സർലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് സ്വിറ്റ്സർലൻഡിലെ മോസ്റ്റ് ഐക്കോണിക് ആയിട്ടുള്ള പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് സ്ഥലങ്ങളെയൊക്കെയും ലിസ്റ്റ് ഔട്ട് ചെയ്തത്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ സെർമാറ്റിലെ മാറ്റർഹോം ഗ്ലേസിയർ പാരഡൈസ് എന്ന് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പാരഡൈസ് വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും ഈ സെർമാറ്റ് എന്ന് പറയുന്ന ഒരു വില്ലേജെങ്കിലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇതൊരു അറൗണ്ട് 12 to 15 മിനിറ്റ്സ് ട്രാവലായിരുന്നു. നമ്മുടെ സ്റ്റേഷൻ എത്തി, സെർമാറ്റ് എത്തി. ഇനി നമ്മൾ കുറച്ച് നേരം സെർമാറ്റിൽ സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് കരുതിയാണ് നമ്മളിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഫുള്ള് സ്നോ ആയ ഇവിടെ. ഇതിപ്പോൾ തിരിച്ച് ടാഷിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അടുത്ത ഷട്ടിൽ സർവീസ് ഇവിടെ കിടക്കുക. നല്ല തിരക്കുണ്ട്. നമ്മൾ വന്ന ട്രെയിനിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഫുള്ള് ലഗേജസ് ഒക്കെ ആയിട്ട് വന്നേക്കും. ഇവിടെ കുറച്ച് നാളെ നിന്ന് സ്റ്റേ ചെയ്തിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പല ആക്ടിവിറ്റീസൊക്കെ പ്ലാൻ ചെയ്താണ് വന്നേക്കുന്നത്. നമ്മൾ പിന്നെ ഒരു കുറച്ച് നേരം ഒരു 1 or 2 hours ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ ഇവരൊക്കെ നേരത്തെ അക്കോമഡേഷനും ഹോട്ടൽസും ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. സ്നോഫോൾ ഉണ്ട് ചെറുതായിട്ട്. ഇവിടെ നമ്മൾ സ്വിസ്സിൽ വന്നിട്ട് ത്രൂ ഔട്ട് കണ്ടൊരു കാഴ്ചയാണ്, ഇവർ ഭയങ്കര പെർഫെക്റ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ, ഐസ് റിമൂവ് ചെയ്യുന്ന കാര്യത്തിൽ. കാരണം ഇവിടെ എപ്പോഴും ഇങ്ങനെ സ്നോ വീണുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പല വെറൈറ്റി വണ്ടിയുണ്ട്. ഇവർ പല വെറൈറ്റി വണ്ടിയിൽ വന്നിട്ട് അപ്പം തന്നെ സ്നോ റിമൂവ് ചെയ്യും. ആൾക്കാർക്ക് വണ്ടി പോകാനാണെങ്കിലും നടക്കാനാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സിസ്റ്റം, അത് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതെ, ഇവരെ സംബന്ധിച്ച് ഈ സ്നോ ഒന്നും ഇവർക്കൊരു വിഷയമേ അല്ല. നമ്മളൊക്കെയാണ് സ്നോ കാണുമ്പോൾ നമുക്ക് അത്ര ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇവരൊക്കെ എന്ന് വെച്ചാൽ എപ്പോഴും സ്നോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ വില്ലേജിൽ കാർ റൈഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. കാറില്ല ഇവിടെ. ഇവിടെ നമുക്ക് കാറൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ കാർ ബാൻഡാണ്, കാറില്ല ഇവിടെ. ഇവിടെ ഫുള്ള് ഇങ്ങനെയുള്ള ടാക്സിയാണ്. ടാക്സി എന്ന് വെച്ചാൽ നമ്മുടെ കാർ ടാക്സി അല്ല, വേറൊരു ടൈപ്പ് വണ്ടി. അതാ ഇങ്ങനെ അല്ല, ഇത് വേറെ സാധനമാണ്. അത് സ്നോ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഇതേപോലെയൊക്കെ ഇരിക്കും. ഇങ്ങനത്തെ ഒരു പ്രത്യേകതരം വണ്ടി ടാക്സിയാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ കാറൊന്നും ഇവിടെ ഇല്ല. ഇവിടെ കാർ ഫ്രീ സോണാണ്. പിന്നെ നമുക്കിവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ കേബിൾ കാറിലും പിന്നെ റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട്, ട്രെയിനിലും ഒക്കെയാണ് പോകുന്നത്. അല്ലാതെ കാർ ഇവിടെ നമുക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഇതാ ഈ വരുന്ന ഒരു ടാക്സിയാണ്. ഇതൊക്കെ ഓരോ ഹോട്ടലാണ്. ഇവിടെ വരുന്നവർക്ക് ഈ ഹോട്ടൽസിലൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല എക്സ്പെൻസീവാണ്. നമുക്കിവിടെ വന്ന് സ്റ്റേ ചെയ്യാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചിലവുള്ള കേസാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടൽസാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഉള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടെ ആകുമ്പം ഇവിടെ ഹൈലി ഡിമാൻഡഡ് ആണ്, എസ്പെഷ്യലി ഡ്യൂറിങ് ദിസ് വിൻ്റർ പീരീഡ്. സോ നമ്മളിങ്ങനെ ജസ്റ്റ് വന്ന് കണ്ട് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ മാറ്റർഹോം ഗ്ലേസിയർ പാരഡൈസിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് ഹെവി സ്നോഫോൾ ആയതുകൊണ്ട് അതൊന്ന് ക്യാൻസൽ ആയതാണ്. അതല്ലാണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ നല്ല രസമാണ്. അവിടെ നമുക്ക് ഇതേപോലെ നല്ല വ്യൂ ഒക്കെ കിട്ടും. നമ്മളിവിടെ അറൗണ്ട് ഒരു 1 hour തികച്ച് നിന്നോന്ന് എനിക്കറിയില്ല, സംശയമാണ്. ഇതിൻ്റെ ഭംഗി കണ്ടാൽ നമുക്കിവിടെ അങ്ങ് നിൽക്കാൻ തോന്നും. പക്ഷേ നമുക്കിതിൻ്റെ ഭംഗി കണ്ടാൽ ഇവിടെ നിൽക്കാൻ തോന്നും. പക്ഷേ നമുക്ക് എന്താ ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ഐസായിട്ട് നമ്മൾ ഫ്രീസായി എന്ന് വേണേൽ പറയാം. നമ്മുടെ കൈയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മരവിച്ച് കാലൊക്കെ. എങ്കിൽ നമ്മൾ സ്നോ ബൂട്ടും ഒക്കെയാണ് ഇട്ടേക്കുന്നത്. ഡ്രസ്സൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല കട്ടിയുള്ളതൊക്കെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പക്ഷേ എത്ര ലെവേഴ്സ് ഉണ്ടെങ്കിലും തിക്കാണെങ്കിലും ഈ ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് ക്ലൈമറ്റ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ത്രൂ ഔട്ട് ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഇവിടെ ഫുള്ള് സ്നോ പെയ്ത് ആകെ സീനായിട്ട് നടക്കും ഈ സ്ഥലം. ഇത്രയും നേരം നിന്നപ്പോൾ തന്നെ നമുക്ക് വയ്യാണ്ടായി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ 1-2 ഷോപ്സ് ഉണ്ട്. ജസ്റ്റ് ഷോപ്പൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് നമ്മൾ തിരിച്ച് ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ടാണ്.
ഇവിടെ ആൾക്കാർ സ്നോ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സ്നോ കൂട്ടി വെച്ചിട്ട് ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പം ലൈറ്റൊക്കെ വന്ന് ഫുള്ള് കളറായി സെർമാറ്റ് വില്ലേജ്. നമ്മളിവിടെ ഒരു സ്വീറ്റ് ഷോപ്പിൽ കയറി കുറച്ചേറെ നോക്കി. ഇവിടെ പല വെറൈറ്റീസ് സ്വീറ്റ്സൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ ഫൈനലി ഒരെണ്ണം വാങ്ങിച്ചു. ഒരു ചെറിയൊരു ചോക്ലേറ്റ് ബോക്സാണ്, പക്ഷെ അതിന് നല്ല പൈസയാ. ഇതാ ഇതാ ഇത് എത്ര രൂപയായിരുന്നു? ഇവിടുത്തെ 20 CHF എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു 2000 രൂപ ആവുമായിരിക്കും ഈ ഒരു ചെറിയൊരു ബോക്സിന്. പക്ഷെ എന്ത് ചെയ്യാനാ, സ്വിസ് ചോക്ലേറ്റ്സ് അല്ലേ, സ്പെഷ്യലാണ്. സോ നമ്മൾ വാങ്ങിച്ചു. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഒറിജിനൽ ക്രിസ്മസ് ട്രീ ആണ് നിൽക്കുന്നത്. അതായത് ഫുള്ള് ലൈറ്റ്സും പല സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഗ്ലിറ്ററിങ് ആയിട്ടുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല രസമുണ്ട്. ആ ഒരു നൈറ്റ് വൈബിൽ അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ സെർമാറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ തിരിച്ച് പോവാം. നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇനി നമ്മുടെ ട്രെയിൻ 5:55 ഉള്ളൂ. സോ നമുക്കൊരു അറൗണ്ട് 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമ്മളിപ്പോൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോവാണ്. ഇന്നലെ നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്ത അതേ ക്യാമ്പ് സൈറ്റിൽ തന്നെയാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. In 500 meters, at the roundabout, take the second exit and stay on Kantonstrasse, Route 9. നമ്മുടെ ഈ യൂറോപ്പ് ട്രിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വഞ്ചർ ജേർണിയാണ് നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.